CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവ് അക്കിക്കാവിലെ കൃഷി ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങൾ വിൽക്കുന്ന അഗ്രിടെക് സ്ഥാപനത്തിൽ വീണ്ടും അഗ്നിബാധ. കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ മണലി മേഖലയിൽ പ്രകൃതിദത്ത കുടിവെള്ള സ്രോതസ് ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള മണ്ണെടുപ്പ് CPM-ന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. മണലി തെങ്ങു പ്രദേശത്തുനിന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ലോറികളിൽ മണ്ണു കടത്തിക്കൊണ്ടുപോകുന്നത് കേച്ചേരി ലോക്കൽ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് തടഞ്ഞത്. ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി പാത്രമംഗലം ഗ്രാമം. പ്രദേശത്തെ മുഴുവൻ വീടുകളെയും ഒരു വേദിയിൽ ഒരുമിച്ച് ആദരിച്ചാണ് പാത്രമംഗലം ടാലന്റ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. പ്രശസ്ത വാദ്യകലാകാരൻ പെരുമ്പിലാവ് തിപ്പലശ്ശേരി നെടുമ്പായിൽ മോഹനൻ അന്തരിച്ചു. 3 വർഷമായി ചികിത്സയിലായിരുന്നു. സംസ്കാരം നടത്തി. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. ചൊവ്വലൂർപ്പടി മന്നിക്കര പടിയത്ത് വീട്ടിൽ സുനിൽകുമാറാണ് മരിച്ചത്. മണത്തല ഷെയ്ഖ് ഷഹീദ് നാലകത്ത് ഹൈദരസ്കുട്ടി മൂപ്പരുടെ ആണ്ടുനേർച്ചയ്ക്ക് പ്രൗഢോജ്വലമായ തുടക്കം. ഗുരുവായൂരിൽ പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ദമ്പതികൾക്ക് പരിക്കേറ്റു. ഇരിങ്ങപ്പുറം തടത്തിൽ വീട്ടിൽ ചന്ദ്രൻ, ഭാര്യ സജിത എന്നിവർക്കാണ് പരിക്കേറ്റത്. സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും സമഗ്ര ശുചിത്വത്തിനും പ്രാധാന്യം നൽകി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ. 2025-26 വാർഷിക പദ്ധതി ജില്ലാ ആസൂത്രണ സമിതി അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടത്തി. വേലൂർ തണ്ടിലം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ അന്തോണീസിന്റെയും യൗസേ പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രം. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് റൈസ് മില്ല് സെന്ററിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 75 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഓപ്പൺ സെമിനാർ നടത്തി. 55ാമത് ഐക്യസുവിശേഷ മഹായോഗത്തിന് കുന്നംകുളത്ത് കൊടിയേറി. ഫെബ്രുവരി 3 മുതൽ 9 വരെ ഐക്യസുവിശേഷ നഗറിൽ മഹായോഗങ്ങൾ നടക്കും. മറ്റം യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ റോഡ് സേഫ്റ്റി വാരാചരണത്തിന്റെ ഭാഗമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണം നടത്തി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് 2ാമത് അഖില കേരള 7th ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള ഫെബ്രുവരി 1 ആരംഭിക്കും. SDPI ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംബേദ്കർ സ്ക്വയർ നടത്തി. കുന്നംകുളം ടൗൺ ജുമാ മസ്ജിദ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. മസ്ജിദ് പരിസരത്ത് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് KK ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. CPM മണത്തല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KT ഭരതൻ അനുസ്മരണ ദിനം ആചരിച്ചു. ബാലസംഘം പുന്നൂർകുളം വെസ്റ്റ് വില്ലേജ് കാർണിവൽ പെരിയമ്പലം സീലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടത്തി. എടക്കഴിയൂർ സീതി സാഹിബ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കുന്നംകുളം CSI സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുതുവസ്ത്രങ്ങൾ നൽകി. കടങ്ങോട് ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷൻ രൂപീകരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശമുയർത്തി ചാവക്കാട് ബീച്ച് ലവേഴ്സിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കേക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കിന്റെ കാവലാളാവുക എന്ന മുദ്രാവാക്യമുയർത്തി റാലി സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.